നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ 40ാമത്തെ എപ്പിസോഡിൽ സ്വാഗതം. ഇത് നമ്മുടെ ഹാസിൻ്റെ ഹാവിൻ്റെയും 6ാമത്തെ പാർട്ടാണ്. കഴിഞ്ഞ 5 എപ്പിസോഡ്, അതായത് എപ്പിസോഡ് 35 മുതൽ 39 വരെ നമ്മൾ ഹാസിനെ ഹാവിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും നിങ്ങളത് കാണണം. ഹാസിൻ്റെ പ്രധാനപ്പെട്ട എക്സാമ്പിൾ സെൻറ്റൻസുകളൊക്കെ നമ്മൾ ആ എപ്പിസോഡിലാണ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഹാസിൻ്റെ കണ്ടിന്യൂഷനാണ്. പക്ഷേ ഇന്നെടുക്കുന്ന എക്സാമ്പിൾ കുറച്ച് ഡിഫറൻ്റ് ആണ്. അതായത് നമ്മൾ ഹാസിൻ്റെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള എക്സാമ്പിൾ സെൻറ്റൻസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതിനെപ്പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നതും. ആ ടൈപ്പിലുള്ള എക്സാമ്പിൾ സെൻറ്റൻസ് ആയിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ. ഡയറക്റ്റ് നമുക്ക് ഇന്നത്തെ കണ്ടൻറ്റിലോട്ട് കയറാം. അതേപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതിന് വിട്ട് ഹാസിനും ഹാവിനും ഒരേ ആശയമാണുള്ളത്. അതായത് എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ കയ്യിലുള്ളത്, അതേപോലെ എന്തെങ്കിലും കാര്യത്തിനകത്തുള്ളത്, അതേപോലെ എൻ്റെ ഫീലിങ്സിലുള്ളത്, അതേപോലെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉള്ളത്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ടത് എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചെങ്കിൽ അത് പറയുവാനായിട്ട്, അതുപോലെ തന്നെ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളൊക്കെ പറയുവാനായിട്ട്, കണ്ണുകൊണ്ട് കണ്ട കാര്യത്തിനൊക്കെ ഒരു ഷ്യൂറിറ്റി ഉണ്ട്, ഒരു ഉറപ്പുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ, ഉറപ്പുള്ള കാര്യങ്ങൾ പറയുവാനായിട്ടും അതേപോലെ നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ പറയുവാനുമായിട്ടുമാണ് നമ്മൾ ഹാസും ഹാവ് യൂസ് ചെയ്യുന്നത്. ആശയങ്ങൾ സെയിമാണ്, ഉപയോഗിക്കുന്നതിൽ ചെറിയൊരു വ്യത്യാസം. ഹാസ് നമ്മൾ യൂസ് ചെയ്യുന്നത് സബ്ജക്റ്റ്, അതായത് സെൻറ്റൻസിലെ പ്രവൃത്തി ചെയ്യുന്ന ആൾ, ആരെ പറ്റിയാണോ പറയുന്നത് അയാൾ, ഒരാളോ ഒരു വസ്തുവോ ആണെങ്കിൽ ഹാസും, അതായത് ഹീയെ ഷീയെ ഇറ്റ്, അവൻ അവൾ അവൻ അത്, ഇത് വരുമ്പോൾ ഹാസും. അതേപോലെ തന്നെ ചെയ്യുന്ന പ്രവൃത്തി ഒരാളിൽ കൂടുതലാണെങ്കിലോ അതേപോലെ ഒന്നിൽ കൂടുതൽ വസ്തുക്കളെ പറ്റിയാണെങ്കിലോ ഹാവുമാണ് യൂസ് ചെയ്യുന്നത്. അതായത് സ്ലൈഡിൽ കാണിച്ചിരിക്കുന്ന കൂട്ട് ദേയെ വിയെ യുവ് എന്നിവ വരുമ്പോൾ ഹാവും. പക്ഷേ ഇതിലൊരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഐ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാവിൻ്റെ കൂടാണ്. ഐ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഏകവചനമാണ്, ഞാനെന്നാണ് അർത്ഥം. അത് നമ്മൾ ഹാവിൻ്റെ കൂടാണ് യൂസ് ചെയ്യുന്നത്. അതങ്ങനെ പഠിച്ചു വയ്ക്കുക. ഇത്രയേ ഉള്ളൂ അതിൻ്റെ റോള്. ഇതെല്ലാം നമ്മൾ പ്രസൻറ്റ് ടെൻസിലാണ് യൂസ് ചെയ്യുന്നത്. നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതായത് കറണ്ട് ലൈവ് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാസ് ഹാവ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത്രയേ ഉള്ളൂ ഹാസിൻ്റെ ഹാവിൻ്റെ ബേസ്. ഇനി നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലോട്ട് കയറാം. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. അതിൽ ഹാസിൻ്റെ എക്സാമ്പിൾസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ നമുക്ക് നോക്കാം. ഇച്ചിരി സ്പീഡിലാണ് പോകുന്നത്, ക്ഷമിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ബേസ് എപ്പോഴും പറഞ്ഞു പോകുന്നതുകൊണ്ട് ഇച്ചിരി സ്പീഡിലാണ് പോകുന്നത്. അതുപോലെ നമുക്ക് എക്സാമ്പിൾ പറയാൻ സമയവും കിട്ടത്തില്ല, അതുകൊണ്ടാണ്. നമുക്ക് ഡയറക്റ്റ് ഇന്നത്തെ എക്സാമ്പിളിലോട്ട് കയറാം. ഹി ഹാസ് റെൻറ്റഡ് എ കാർ. ഹി ഹാസ് റെൻറ്റഡ് എ കാർ എന്ന് പറയുമ്പോൾ അവൻ കാർ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. അപ്പം വാടകയ്ക്ക് എടുത്തിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ഹാസ് വന്നത് ഹീ വന്നുകൊണ്ടാണ്. അപ്പോൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് എന്ന് വരാനും കൂടെ ഹാസിന് മീനിങ് ഉണ്ട്. വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് എന്ന് വരാനും ഹാസിന് മീനിങ് ഉണ്ട്. അതേപോലെ തന്നെ ഇതൊരു പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ കാറ്റഗറി വരുന്നതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിക്കണം, പ്രസൻറ്റ് ടെൻസ് ഫോർമേഷൻ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഗ്രാമർ പറയാൻ പോകുന്നത്, ഗ്രാമർ പഠിക്കുന്നവർ മാത്രം ഇത് സീരിയസ് ആയിട്ട് എടുത്താൽ മതി. ഇംഗ്ലീഷ് സംസാരിക്കാൻ വരുന്നവർക്ക് നോ പ്രോബ്ലം. കാരണം ഗ്രാമർ പഠിച്ചുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് സെൻറ്റൻസ് ഫോർമേഷൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ ഗ്രാമർ നമ്മൾ പഠിക്കുന്നത് ഇൻ കേസ് ഗ്രാമർ എക്സാമൊക്കെ എഴുതാനായിട്ട് ജസ്റ്റ് അറിയുവാനായിട്ട് ഉപകാരപ്പെടും, അതല്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് ഉപകാരപ്പെടത്തില്ല. കാരണം നമ്മൾ ഗ്രാമർ വിചാരിച്ചുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഡോണ്ട് വറി. ഇംഗ്ലീഷ് സംസാരിക്കാൻ വന്നവർ ജസ്റ്റ് കേട്ട് പോവുക. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് ഇതൊക്കെ. ജസ്റ്റ് ഒരു ഭാഷ പഠിക്കുന്ന രീതി അറിഞ്ഞിരിക്കുക. അല്ലാതെ ഇതിനൊരു ഇമ്പോർട്ടൻസ് ഇല്ല ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൽ. പിന്നെ ബുക്സൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ പിടികിട്ടാൻ ഉപകരിക്കും, അതായത് സെൻറ്റൻസുകൾ. കാരണം നമ്മൾ വായിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും രണ്ട് ഡിഫറൻ്റായിട്ടാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. നമ്മൾ സംസാരിക്കുമ്പോൾ പലതും കറക്റ്റായിട്ടല്ല നമ്മുടെ നാവിൽ വരുന്നത്. ബുക്ക് വായിക്കുമ്പോഴേ നമുക്ക് സ്പെല്ലിങ് വൈസായിട്ട് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. സംസാരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ സംസാരിച്ചാലും കുഴപ്പമില്ല. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളത് എന്താ നമ്മൾ പറയുന്നത് അവർ ക്യാച്ചപ്പ് ചെയ്തെടുത്തോളൂ. ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് മനസ്സിലാകും. സംസാരം, കമ്മ്യൂണിക്കേഷൻ വേറെ, നമ്മൾ റീഡിങ് വേറെ, രണ്ടാണ് ഇംഗ്ലീഷിൽ. നമ്മുടെ ഉദ്ദേശം ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞു പോവുക, ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ സെൻറ്റൻസുകളെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ റൂളെന്ന് വെച്ചാൽ ഹാസിൻ്റെ കൂടെയും ഹാവിൻ്റെ കൂടെയും രണ്ടിലും സെയിം ആണ്. ഹാസിൻ്റെ കൂടെയും ഹാവിൻ്റെ കൂടെയും നമ്മൾ വെർബ് എന്ന് വെച്ചാൽ എന്താണോ ചെയ്യുന്നത് ഒരു സെൻറ്റൻസിലെ അതിൻ്റെ തേർഡ് ഫോം ആയിരിക്കും ഉപയോഗിക്കുന്നത്. അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്താണെന്ന് ഞാൻ പിന്നീട് ഒരു ക്ലാസ് എടുക്കാം. അതായത് എല്ലാ വെർബിനും 3 ഫോമുണ്ട്. പ്രസൻറ്റ് ടെൻസിൽ യൂസ് ചെയ്യാൻ, പാസ്റ്റ് ടെൻസിൽ യൂസ് ചെയ്യാൻ, പിന്നെ അതേപോലെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞൊരു ഫോമുണ്ട്. അതായത് പാസ്റ്റ് ടെൻസിൽ നിന്ന് വന്നാണ്. അപ്പോൾ അങ്ങനെ 3 ഫോം എല്ലാ വെർബിനും ഉണ്ട്. അതിൻ്റെ മൂന്നാമത്തെ ഫോമാണ് നമ്മൾ ഹാസിൻ്റെ കൂടെയും ഹാവിൻ്റെ കൂടെയും
സ്ട്രക്ചർ എല്ലാം സെയിം ആണ് ഹാസിനും ഹാവിനും നമ്മൾ ചേർക്കുന്നത് ആ വെർബിൻ്റെ. അപ്പോൾ ഇവിടെ ഹി ഹാസ് റെൻറ്റഡ് എ കാർ എന്ന് പറയുന്നത്, ആ റെൻറ്റഡ് എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. റെൻറ്റിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. റെൻറ്റിൻ്റെ പ്രസൻറ്റ് എന്ന് വെച്ചാൽ റെൻ്റ് എന്ന് തന്നെയാണ്, അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് റെൻറ്റഡ് എന്ന് പറയുന്നത്. സാധാരണ വെർബിൻ്റെ കൂടെ നിങ്ങളുണ്ടോ റെൻറ്റഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്, റെൻറ്റഡ് അവസാനം ഒരു ഇ ഡി വന്നിട്ടുണ്ട്. സാധാരണ വെർബിൻ്റെ കൂടെ ഇ ഡി ചേർത്ത് അത് പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളായിട്ട് മാറും. അങ്ങനത്തെ വെർബിനെ നമ്മൾ പറയുന്ന പേരാണ് റെഗുലാർ വെർബ്, അതായത് നോർമലായിട്ടുള്ള വെർബാണത്. സോ സാധാരണ വെർബിൻ്റെ കൂടെ ഇ ഡി നമ്മൾ ചേർത്താൽ അത് പാസ്റ്റ് അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിളായി മാറും. അങ്ങനത്തെ വെർബിനെ നമ്മൾ റെഗുലാർ വെർബ് എന്നാണ് പറയുന്നത്, നോർമലായിട്ടുള്ള വെർബാണത്. സോ അങ്ങനത്തെ ഒരു സെൻറ്റൻസാണിത്. ഹി ഹാസ് റെൻറ്റഡ് എ കാർ. അപ്പോൾ അവൻ കാർ എടുത്തിട്ടുണ്ടെന്നാണ് അർത്ഥം. അതിൻ്റെ ഗ്രാമാറ്റിക്കൽ സെക്ഷൻ പറഞ്ഞതേ ഉള്ളൂ. ഡെയിലി നമ്മൾ സംസാരിക്കുന്ന ഒരു സെൻറ്റൻസാണ്. സോ ഡോണ്ട് വറി, സിമ്പിളായിട്ട് എടുക്കുക. ഹി ഹാസ് റെൻറ്റഡ് എ കാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഫീസിൽ ഒരാൾ കാർ എടുത്തു. ആ കാർ എടുത്ത് ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറയുവാണ് ഹി ഹാസ് റെൻറ്റഡ് എ കാർ, അവനൊരു കാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാർ എടുത്തത് നമുക്കും കൂടെ പ്രയോജനമാണ്. എനിക്കും കാറിപ്പാം, എൻ്റെ ഓഫീസിലുള്ളവരും കാറിപ്പാം, അവിടെ എല്ലാവർക്കും ഉപയോഗപ്പെടുന്നുണ്ട്. അപ്പം അതേപോലെ തന്നെ അവൻ എടുത്ത കാറ് ആ സംഭവം അതിപ്പോഴും ആ പ്രസൻറ്റ് ടെൻസിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കും ഈ കറണ്ട് സിറ്റുവേഷനിൽ അത് പ്രയോജനം ഉണ്ടാക്കാറുമുണ്ട്. സോ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഡെഫിനിഷനും അതാണ്. അതായത് ചെയ്ത കാര്യം, കുറച്ച് മുമ്പ് നടന്ന കാര്യം പ്രസൻറ്റ് ടെൻസിൽ അത് പറയുന്ന ആക്കോ അല്ലെങ്കിൽ ആ സിറ്റുവേഷനോ എന്തെങ്കിലും പ്രയോജനമുണ്ടെങ്കിൽ, എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടെങ്കിൽ ആ സെൻറ്റൻസിന്, അങ്ങനത്തെ സെൻറ്റൻസുകളെയാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. സോ അതുകൊണ്ട് ഇച്ചിരി സ്പീഡിലാണ് പറഞ്ഞു പോകുന്നത്. സോ ഇതിനെയാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. ജസ്റ്റ് ഇനി കുറച്ച് സ്പീഡിലോട്ട് പോവുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് നമുക്ക് പോകാം. ഹി ഹാസ് ഫോർഗോട്ടൺ ഹിസ് ഫോൾഡർ. ഹി ഹാസ് ഫോർഗോട്ടൺ ഹിസ് ഫോൾഡർ എന്ന് വെച്ചാൽ അവൻ്റെ കമ്പ്യൂട്ടറിലെ ഫോൾഡറില്ലേ അത് മറന്നുപോയി എന്നാണ് അതിൻ്റെ അർത്ഥം. എൻ്റെ ഒരു സുഹൃത്ത് വന്ന് പറയുകയാണ്, ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ എൻ്റെ ഫയലൊക്കെ സേവ് ചെയ്യുന്ന ഫോൾഡറും മറന്നുപോയി. ഞാനപ്പോൾ അത് എൻ്റെ വേറൊരു കൂട്ടുകാരോട് പറയുവാണ് ഹി ഹാസ് ഫോർഗോട്ടൺ ഹിസ് ഫോൾഡർ. അവൻ്റെ ഫോൾഡറൊക്കെ മറന്നുപോയെന്നൊരു ആശയമാണ് വന്നിരിക്കുന്നത്. ഇതൊരു ഷുവർട്ടി ഉള്ള ആശയമാണ്. ഹി ഹാസ് ഫോർഗോട്ടൺ എന്ന് വെച്ചാൽ അവൻ മറന്നുപോയി. അത് അവൻ എന്നോട് വന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊരു ഷുവർട്ടി ഉണ്ട്. അതുകൊണ്ട് ഞാനും എൻ്റെ കൂട്ടുകാരനോട് പറയുകയാണ്. അതുകൊണ്ടാണ് അവിടെ ഹാസ് വന്നത്. ഹി വന്നതുകൊണ്ട് ഹാസ് വന്നു. പിന്നെ അത് ഉറപ്പുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഹാസ് ഉപയോഗിക്കും. ഹി ഹാസ് ഫോർഗോട്ടൺ ഹിസ് ഫോൾഡർ. അതേപോലെ തന്നെ നിങ്ങൾ നോക്കിയാൽ ഫോർഗോട്ടൺ എന്ന് പറയുന്നത് ഫോർഗറ്റിൻ്റെ V3 ഫോമാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. ജസ്റ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കും. നിങ്ങൾ ആലോചിച്ച് റിസർച്ച് ചെയ്താൽ ഞാൻ മുമ്പേ പറഞ്ഞ എക്സാമ്പിൾ വെച്ച്, ആശയം വെച്ച്. സോ നമുക്ക് അടുത്ത സെൻറ്റൻസിലോട്ട് കയറാം. ഇറ്റ് ഹാസ് റെയിൻഡ് ഓൾ ഡേ. ഇറ്റ് ഹാസ് റെയിൻഡ് ഓൾ ഡേ എന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരം നമ്മുടെ വീട്ടിലൊക്കെ പറയാറുള്ള ഒരേ ഒരു സെൻറ്റൻസാണ്. ഇന്ന് മുഴുവൻ മഴ പെയ്യുന്നു. ഇന്ന് രാവിലെ മുഴുവൻ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെയും വൈകുന്നേരം മഴ പെയ്ത് നമ്മൾ പറയും ഇന്ന് മുഴുവൻ മഴയായിരുന്നു, അല്ലെ ഇന്ന് മുഴുവൻ മഴ പെയ്തു എന്ന് പറയുന്ന ഒരു സെയിം ആശയമാണ് ഇറ്റ് ഹാസ് റെയിൻഡ് ഓൾ ഡേ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഹാസ് എന്തുകൊണ്ടാണ് വന്നത്. മഴ എന്ന് വെച്ചാൽ ഏകവചനമാണ്. മഴ ഒരു തരത്തിലല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇറ്റ് ഹാസ് റെയിൻഡ് ഓൾ ഡേ. റെയിൻഡ് എന്നാണ് ഇ ഡി വന്നുകൊണ്ടെന്ന് മനസ്സിലായല്ലോ. റെയിൻഡ് എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. ഓൾ ഡേ എന്ന് വെച്ചാൽ എല്ലാ ദിവസവും. ഇറ്റ് ഹാസ് റെയിൻഡ് ഓൾ ഡേ, ഇന്ന് ഫുൾ ഡേ മഴയായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് അടുത്ത സെൻറ്റൻസിലോട്ട് പോവാം. ദ ട്രെയിൻ ഹാസ് അറൈവ്ഡ് എന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇരിക്കുമ്പോൾ കേൾക്കുന്ന ഒരു അനൗൺസ്മെൻറ്റ്, ദ ട്രെയിൻ ഹാസ് അറൈവ്ഡ്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സുഹൃത്തിനോട് പറയാം, നമുക്ക് പോകാനുള്ള ട്രെയിൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും ട്രെയിൻ വന്നിട്ടുണ്ട്, ദ ട്രെയിൻ ഹാസ് അറൈവ്ഡ്. അപ്പോൾ അതും ഒരു ഷുവർട്ടി ഉള്ള സെൻറ്റൻസാണ്. നമ്മൾ ട്രെയിൻ വന്നത് കണ്ടു, ട്രെയിൻ അവിടെ നിർത്തിയിരിക്കുന്നത് കണ്ടു. അപ്പോൾ നമ്മൾ എൻ്റെ സുഹൃത്തിനോട് പറയുക ദ ട്രെയിൻ ഹാസ് അറൈവ്ഡ്, ട്രെയിൻ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അനൗൺസ്മെൻറ്റിൽ നിങ്ങൾ കേൾക്കാറുള്ളതാണ് ട്രെയിൻ വന്നിട്ടുണ്ട്, ഇനി നമുക്ക് ആ ട്രെയിനിൽ പോകാം. അതിനൊരു കണ്ടിന്യൂവേഷനും ഉണ്ട്. പ്രസൻറ്റ് ടെൻസിൽ വന്നു, ഇനി പ്രസൻറ്റ് ടെൻസിലും അതിനൊരു എഫക്റ്റ് ഉണ്ട്, പ്രയോജനമുണ്ട്. സോ അതുകൊണ്ടാണത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്നുള്ള കാറ്റഗറിയിലോട്ട് വരുന്നത്. സോ ജസ്റ്റ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന വേർഡ്സുകളാണ്. ജസ്റ്റ് ഞാൻ ഗ്രാമർ പറയുന്നത്, ജസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും ഗ്രാമർ എക്സാമൊക്കെ എഴുതാൻ പോവുകയാണെങ്കിൽ ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെയാണ് സംഭവം എന്ന്. അല്ലാതെ ഇത് കമ്മ്യൂണിക്കേഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെൻറ്റൻസുകൾ റിവൈസ് ചെയ്ത് പോയാൽ മതി. ഡെയിലി കമ്മ്യൂണിക്കേഷൻ സെൻറ്റൻസുകളാണ് ഇതൊക്കെ. ജസ്റ്റ് റിവൈസ് ചെയ്ത് പോയാൽ മതി. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. അതാണ് ഏറ്റവും ബെറ്റർ വേ. അങ്ങനെ നമുക്ക് സംസാരിക്കാനും പറ്റത്തുള്ളൂ. സോ അടുത്ത അതേപോലത്തെ ഒരു എക്സാമ്പിൾ, ഹി ഹാസ് ഫിനിഷ്ഡ് ഹിസ് വർക്ക് എന്ന് വെച്ചാൽ അവൻ്റെ വർക്ക് പൂർത്തിയാക്കിയതാണ് അതിൻ്റെ ആശയം. ഹി ഹാസ് ഫിനിഷ്ഡ് ഹിസ് വർക്ക്. ഹി വന്നുകൊണ്ട് ഹാസ് വന്നു. അതേപോലെ തന്നെ ഫിനിഷ്ഡ് വന്നത് V3 ഫോമാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. സോ അപ്പോൾ ഹി ഹാസ് ഫിനിഷ്ഡ് ഹിസ് വർക്ക്. അവൻ്റെ വർക്ക് പൂർത്തിയാക്കി, അവൻ്റെ വർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ട്. എങ്ങനെ നിന്ന് കാശ് എടുക്കാം, സംഭവം അവൻ്റെ വർക്ക് പൂർത്തിയാക്കി എന്നാണ് ഞാൻ ഒരാളോട് പറയുന്നതാണ്. ഇപ്പം ഞാൻ ലൈവായിട്ട് പറയുന്ന ഒരു ആശയമാണ് അതിനുള്ളത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത സെൻറ്റൻസിലോട്ട് പോവാം. നോബഡി നോസ് വെയർ ഹി ഹാസ് ഗോൺ. നമ്മുടെ അവസാനത്തെ സെൻറ്റൻസാണ് നോബഡി നോസ് വെയർ ഹി ഹാസ് ഗോൺ.
നോബഡി നോസ് എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല എന്നാണ് അർത്ഥം. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചോണം, നോബഡി എന്ന് വെച്ചാൽ നോബഡിയുടെ ആ ആശയത്തിന് ഒരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ട്. അതിന് വാക്ക് അതായത് വേർഡ് ബൈസായിട്ട് അർത്ഥമില്ല. ഇവിടെ നോബഡി നോസ് എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല എന്ന് ഇംഗ്ലീഷിൽ അവിടെ സെൻറ്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിട്ടില്ല. പക്ഷേ നമ്മൾ ഊഹിച്ചെടുത്തോണം, മൊത്തം സെൻറ്റൻസ് വായിച്ചിട്ട് നമ്മൾ ഊഹിച്ചെടുത്തോണം. ഇങ്ങനെയാണ് മോസ്റ്റ്ലി ഇംഗ്ലീഷ് സെൻറ്റൻസുകളൊക്കെ ഫോർമേഷൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നോക്കണം, നോബഡി നോസ് വെയർ ഹി ഹാസ് ഗോൺ. ഹി ഹാസ് ഗോൺ എന്ന് വെച്ചാൽ അവനെവിടെ പോയെന്ന്. എൻ്റെ ഒരു സുഹൃത്താണ്, ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറയുമോ അവനെവിടെ പോയെന്ന് ആർക്കും അറിയത്തില്ല എന്നൊരു ജസ്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ സെൻറ്റൻസാണ് ഇത്. നോബഡി നോസ് വെയർ ഹി ഹാസ് ഗോൺ, ആർക്കും അറിയില്ല അവനെവിടെ പോയെന്ന്. അപ്പോൾ അങ്ങനെ ഒരു സെൻറ്റൻസാണിത്. അപ്പോൾ അതിൽ നോബഡി നോസ് എന്ന് പറയുന്നത് അതിലിവിടെ ആർക്കും അറിയില്ല എന്ന് ഒന്നും എഴുതിയിട്ടില്ല. നമ്മളത് ഊഹിച്ചെടുക്കണം. എവിടുന്നാണ് നോബഡി നോസ് എന്ന് പറഞ്ഞ ആ സെൻറ്റൻസിന് നമ്മളത് ഊഹിച്ചെടുക്കണം. അതാണ് ഇംഗ്ലീഷ്. ഇങ്ങനെയാണ് ഇംഗ്ലീഷിൻ്റെ ഫോർമേഷൻസൊക്കെ. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നോബഡി നോസ് വെയർ ഹി ഹാസ് ഗോണിൻ്റെ അർത്ഥം അവനെവിടെ പോയെന്ന് ആർക്കും അറിയില്ല. വെയർ ഹി ഹാസ് ഗോൺ, എവിടെ പോയെന്ന്. ഹി ഹാസ് ഗോൺ എന്ന് വെച്ചാൽ ഗോണെന്ന് വെച്ചാൽ പോയെന്നാണ്, പോയി കഴിഞ്ഞു. പോയെന്ന് ആർക്കും അറിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഹി വന്നിട്ടാണ് ഹാസ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി നോബഡി എന്നുള്ള സെൻറ്റൻസുകൾ വരുവാണെങ്കിൽ ആ സെൻറ്റൻസുകൾ ശ്രദ്ധിച്ചോണം. അതേപോലെ നോബഡി എന്ന് ആരെങ്കിലും പറയുവാണെങ്കിൽ നിങ്ങൾ അയാൾ പറയുന്നത് എന്താണ് ശ്രദ്ധിച്ചോണം. ആ നോബഡിക്ക് ഒരു നെഗറ്റീവ് ഫീലിംഗ് കാണും. ഒരു നെഗറ്റീവ് ഇല്ല എന്നൊരു ഫീലിംഗ് ആണ്. ഇവിടെ നോബഡി നോസ്, ആർക്കും അറിയില്ല എന്നൊരു ഫീലിംഗ് ആണ് കൊടുത്തത് നോബഡി. ആക്ച്വലി നോബഡിയുടെ വേർഡ് ബൈസ് ആർക്കും എന്ന് വെച്ചാൽ ആർക്കും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനൊരു നെഗറ്റീവ് സെൻറ്റൻസിൽ കൂടുതൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് നെഗറ്റീവ് ഫീലിങ്സിലാണ് അത് എടുക്കുന്നത്. നോബഡി നോസ്, ആർക്കും അറിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നത്തെ എക്സാമ്പിൾ സെൻറ്റൻസുകൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഹാസിൻ്റെ കുറച്ച് സെൻറ്റൻസ് കൂടെ ഉള്ളൂ. അത് നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹാവിലോട്ടായിരിക്കും കയറുന്നത്. സോ ഇന്നത്തെ എപ്പിസോഡ് ഇതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.